ഹായ്. ഭഗവാന്റെ ഗ്രേസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആർക്കും ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു അത്ഭുതമാണ്. അതായത് ഭഗവാന്റെ കരുണ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അണ്ണാമലൈ സ്വാമി ഭഗവാനെ അന്വേഷിച്ച് തിരുവണ്ണാമലയിലെത്തിയ ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. എന്താണ് ബോണ്ടേജ് എന്നോ എന്താണ് സഫറിങ് എന്നോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം, എന്താണ് യഥാർത്ഥ സഫറിങ് എന്നൊക്കെ ഭഗവാനോട് ചോദിക്കുമായിരുന്നു. ഇത് കേട്ട് ഒരിക്കൽ മുരുകനാർ പൊട്ടിച്ചിരിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഭഗവാനെ നോക്കൂ, ഇവന് സഫറിങ് എന്താണെന്നോ അല്ലെങ്കിൽ വേദനയും കഷ്ടപ്പാട് എന്താണെന്നോ സ്വാതന്ത്ര്യം എന്താണെന്നോ പോലും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചു. അണ്ണാമലൈ സ്വാമിയുടെ നിഷ്കളങ്കമായ ആ ചോദ്യം കേട്ടിട്ട് മുരുകനാർക്കൊരു കൗതുകം തോന്നിയിട്ടുണ്ടാവാം. ഇതേപോലെ തന്നെ അണ്ണാമലൈ സ്വാമി ആ സമയത്ത് അവിടെ ഓടി നടന്ന് ഒരുപാട് ആൾക്കാരോട്, മേജർ ചാഡ്വിക്ക് തുടങ്ങി ഭഗവാന്റെ അടുത്ത ഭക്തന്മാരായിരുന്ന ഒരുപാട് പേരോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എന്താണ് യാഥാർത്ഥ്യം, എന്താണ് സത്യം, എന്താണ് ഭഗവാന്റെ യഥാർത്ഥ ടീച്ചിങ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ മുരുകനാർ ഒരു കവിതയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഭഗവാനെ നിൻ്റെ അടുത്ത് വരുന്ന ഏതൊരു ഇഗ്നോറൻറ്റ് പേഴ്സൺ, ഏതൊരു മന്ദബുദ്ധിയെയും നിങ്ങൾ മഹാജ്ഞാനിയാക്കി മാറ്റുമല്ലോ, അതല്ലേ നിങ്ങളുടെ കരുണ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വായിച്ച അണ്ണാമലൈ സ്വാമിക്ക് തോന്നി അതെന്നെപ്പറ്റി അദ്ദേഹം എഴുതിയതാണെന്ന്. കാരണം ഈ അണ്ണാമലൈ സ്വാമി ആദ്യം തിരുവണ്ണാമല വരുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര മറവിയുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് എത്ര ഈ ആത്മീയപരമായ ഉപദേശം കിട്ടിയാലും അതൊന്നും അദ്ദേഹത്തിന് ഓർത്തിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ഈ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്ന ഉത്തരം ഇതെല്ലാം ഒരു പേപ്പർ പീസിൽ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. കാരണം അദ്ദേഹം അവർ പറഞ്ഞ കാര്യം കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം മറന്നു പോകും. അപ്പോൾ അദ്ദേഹത്തിന് ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ഒരു നോട്ട് പാഡിൽ ഇങ്ങനെ എഴുതിയാണ് നടന്നുകൊണ്ടിരുന്നത് അവിടെയൊക്കെ, ഒരു പെൻസിലും ഒരു പേപ്പറുമായിട്ട്. ഒരിക്കൽ ഭഗവാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അണ്ണാമലൈ സ്വാമി ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിച്ചു, ഭഗവാനെ എനിക്ക് ഒരു നല്ല ഓർമ്മ തരുമോ, എനിക്ക് എന്നോട് ആരും പറയുന്ന ഉപദേശമൊന്നും എനിക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. രമണ മഹർഷി ഒരു മറുപടിയും പറഞ്ഞില്ല. അദ്ദേഹം കുറച്ചു നേരം അണ്ണാമലൈ സ്വാമിയുടെ കണ്ണുകളിലൂടെ തന്നെ നോക്കിയിരുന്നതിന് ശേഷം അദ്ദേഹം പുഞ്ചിരിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് നോക്കിയായിരുന്നു. പക്ഷെ അന്ന് മുതൽ അണ്ണാമലൈ സ്വാമിയുടെ ഓർമ്മശക്തി വളരെ വർദ്ധിച്ചു. അദ്ദേഹത്തിന് പിന്നെ ഒരിക്കലും മറവി ഉണ്ടായില്ല. ഏകദേശം 95-ാമത്തെ എന്തോ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നത് വരെയും അദ്ദേഹത്തിന് ഒരു കൺഫ്യൂഷനോ ഒരു ഓർമ്മക്കുറവോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആദ്യ ദിവസം രമണാശ്രമത്തിൽ വന്നത് മുതൽ അദ്ദേഹം ഭഗവാൻ മരിക്കുന്ന വരെയുള്ള ദിവസങ്ങളിൽ നടന്ന ഓരോ ദിവസവും നടന്ന കാര്യം പോലും 90 വയസ്സായ സമയത്ത് അദ്ദേഹത്തിനോട് ആരെങ്കിലും ഇൻ്റർവ്യൂ എടുക്കാൻ പോയാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുമായിരുന്നു. ഭഗവാൻ അന്ന് നോക്കിയ ആ ദിവസം തന്നെ അദ്ദേഹം ഈ നോട്ട് പാഡും ഈ പെൻസിലൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞു. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് ഓർമ്മയുടെ പ്രശ്നം ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ആ സമയത്ത് അദ്ദേഹത്തിന് 23 വയസ്സെന്താണ് ഉള്ളത്. അത് കഴിഞ്ഞ് 90-95 വയസ്സ് വരെയും അദ്ദേഹത്തിന് ഭയങ്കര ഓർമ്മശക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഓരോ ദിവസവും ഭഗവാൻ പറഞ്ഞൊരു കാര്യം അദ്ദേഹം പറഞ്ഞ വാക്ക് അതുപോലെ കോട്ട് ചെയ്ത് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അത്രയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതാണ് ഭഗവാന്റെ ഗ്രേസ് എന്ന് പറയുന്നത്, കരുണ എന്ന് പറയുന്നത്. എല്ലാം പ്രീഡിറ്റർമിൻഡ് ആയിരിക്കുമ്പോൾ തന്നെയും അതിനെ ബ്രേക്ക് ചെയ്യാൻ, അതിനെ കട്ട് ത്രൂ ചെയ്ത് പോകാൻ ഭഗവാന്റെ ഗ്രേസ് അല്ലെങ്കിൽ കരുണ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് മറക്കാതിരിക്കുക. താങ്ക് യു.